Good morning to all. നമ്മളിപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് ചാപ്റ്ററാണ് ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT എന്ന് പറയുന്നത്. ICTയിലെ ട്രെൻഡ്സുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഇഷ്യൂസ് ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ എന്തിനകത്ത് പറയുന്നത്, ICTയിൽ പറയുന്നത്. അപ്പോൾ ഇതൊരു തിയറി ചാപ്റ്ററാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയണം എന്താണ് ICTയുടെ എക്സ്പാൻഷൻ. ICT എന്ന് വെച്ചാൽ എന്താ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീനെയാണ് എന്തെന്ന് പറയുന്നത്, ICT എന്ന് പറയുന്നത്. അത് ഏത് പേരിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് IT എന്ന ടേമിൽ നിന്ന്, IT എന്ന് വെച്ചാൽ എന്താ, ഇൻഫർമേഷൻ ടെക്നോളജി. IT എന്ന പേരിൽ നിന്നാണ് റെഫർ ചെയ്താണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനായിരിക്കും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്, ഇൻഫർമേഷൻസും കമ്മ്യൂണിക്കേഷനും ചേരണ ഒരു ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്, ICT. സോ കമ്പ്യൂട്ടർ എന്താണെന്ന് എപ്പോഴും IT സബ്ജക്റ്റ് നമ്മൾ 10th കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ എന്താണ് IT എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി എന്നാണ് അതിൻ്റെ ഒരു പുതിയ പേരായിട്ട് എടുത്തേക്കുന്നത്. ഇനി ICT ഈസ് മോർ സ്പെസിഫിക് ഇൻ ഇൻ്റഗ്രേറ്റിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടേഴ്സിനും ടെലികമ്മ്യൂണിക്കേഷനിലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ICT എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മൊബൈൽസ് യൂസ് ചെയ്ത് ചെയ്യുന്ന കമ്പ്യൂട്ടിങ്ങിനെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് പറയുന്നത്, മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ മൊബൈൽസ് നമ്മൾ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യണത്, ഡാറ്റാസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ ആയിട്ടും വീഡിയോസ് അങ്ങനെ പല കാര്യങ്ങൾ ട്രാൻസ്മിറ്റ് ഒക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, മൊബൈൽ കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യണത്. സോ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഈസ് എ ടെക്നോളജി that has computing capability and can transmit or receive data while in a motion. ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ എന്തിലൂടെ പറ്റും, മൊബൈൽ കമ്പ്യൂട്ടിംഗ് ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. The demand for mobile computing started the growth and the development of mobile communication technology. അപ്പോൾ പിന്നെ ആയപ്പോൾ എന്ത് ചെയ്യും, മൊബൈൽ കമ്പ്യൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. The mobile computing requires portable computing devices like laptop. മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൽ എന്തൊക്കെ വരാം, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോണ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അതൊക്കെ അതിനോട് ചേർന്ന് ഇന്റർനെറ്റ്, ഇതെല്ലാം ചേർന്നാണ് ഇപ്പോൾ എന്തിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ ടാബ്ലറ്റ് അങ്ങനെയുള്ള ഏതും ആവാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എന്തും ഉണ്ടാവും, വയർലെസ് കണക്ഷൻസ് ഉണ്ടായിരിക്കും, ഇന്റർനെറ്റ് ആക്സബിലിറ്റി ഉണ്ടാവണം. എന്നാലല്ല നമുക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓപ്പൺഡ് ഇന്നോവേറ്റീവ് വേസ് ഫോർ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. The mobile communication has become a backbone of the society. Nowadays ഇപ്പോൾ ഒരു backbone ആയി മാറിക്കഴിഞ്ഞു എന്ത്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The mobile phone was introduced in the year 1946. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മൊബൈൽ ഫോൺ എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നായിരുന്നു 1946 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The cellular concept was developed in 1960s at Bell Laboratories. സെല്ലുലാർ ഫോണിൻ്റെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് 1960s ബെൽ ലബോറട്ടറീസിലായിരുന്നു. ഇനി ഡിഫറെൻറ്റ് ജനറേഷൻസ് ഇൻ എ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പം നമ്മൾ ഏത് ജനറേഷനിലാണ് നടക്കുന്നത്, 4G നെറ്റ്വർക്കിലാണ് നമ്മൾ നടക്കുന്നത്. മെയിനായിട്ട് എത്ര ജനറേഷൻ ഉണ്ട്, 5 ജനറേഷൻസ് വരെയാണ് ഉള്ളത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. 1G 2G. അപ്പോൾ ചില ഫോൺസ് ഒക്കെ റീചാർജ് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് റീച്ച് ആകുമ്പോൾ 3G ആണോ 4G ആണോ എന്നൊക്കെ ചോദിക്കാറില്ല. അത് തന്നെയാണിത് ജനറേഷൻ എന്ന് പറയുന്നത്. 1G 2G 3G 4G ആൻഡ് 5G. കറണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് 4G ജനറേഷൻസിലാണ്. ഇനി ഓരോ ജനറേഷൻ്റെയും സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. ആദ്യം പറയാൻ പോകുന്നത് ഫസ്റ്റ് ജനറേഷൻ, ആദ്യത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടേഴ്സ്. ആദ്യത്തെ കാലത്തെ കമ്പ്യൂട്ടേഴ്സിൽ എങ്ങനെയായിരുന്നു, സ്മാർട്ട് ഫോൺ ആയിരുന്നോ, അല്ലായിരുന്നു, സാധാ ഒരു കമ്പ്യൂട്ടർ മൊബൈലായിരുന്നു. The network refers to the first generation of wireless telephone technology developed around 1980s ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇനി 1G മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയായിരുന്നു, അനലോഗ് സിസ്റ്റംസ് ആയിരുന്നു. അതിലൂടെ നമുക്ക് എന്ത് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ, വോയിസ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ലാൻഡ് ഫോണൊക്കെ ഇല്ലേ, അപ്പോൾ വോയിസ് മാത്രം ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് ഏതിൽ പറ്റിയിരുന്നുള്ളൂ, 1G ജനറേഷനിൽ പറ്റിയുള്ളൂ. അതുപോലെ അതിൽ നമ്മൾ അനലോഗ് സിസ്റ്റംസ് യൂസ് ചെയ്താണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ദെൻ അത് കഴിഞ്ഞ് വരുന്ന ജനറേഷനാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്.
സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്കും ഈ അനലോഗ് സിഗ്നൽസ് മാറി അവിടെ എന്തായി മാറി? ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനായി മാറി. Okay, so in second generation network follow the digital system for communication. This improve the audio quality in transmission and greater mobile phone coverage. അതിൽ ഓഡിയോ ക്വാളിറ്റിയും കൂടെ വന്നു. നേരത്തെ വോയിസ് മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ ട്രാൻസ്ഫർ ചെയ്യാൻ എന്തിലൂടെ പറ്റി? 2G ജനറേഷനിൽ പറ്റി. അതുപോലെ തന്നെ 2G നെറ്റ്വർക്കിൽ ഈസ് ഓൾസോ ഇൻട്രൊഡ്യൂസ് ഡാറ്റ സർവീസസ് ഫോർ മൊബൈൽ. ഇന്റർനെറ്റ് ആക്സസ് ചെയ്യണ കൺസെപ്റ്റും കൂടെ എന്തിനകത്ത് വന്നു? 2G ജനറേഷനിൽ വന്നു. അതിനകത്ത് കൂടെ നമുക്ക് മൾട്ടിമീഡിയ മെസ്സേജസുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റി. അതാണ് MMS എന്ന് പറയുന്നത്. ഇത്രയാണ് സെക്കൻഡ് ജനറേഷനിൽ വന്നപ്പോൾ. സെക്കൻഡ് ജനറേഷനിലായപ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഉള്ള ഓഡിയോ സെൻഡ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഡാറ്റ സർവീസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് മെസ്സേജസുകളും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റി. ഇനി തേർഡ് ജനറേഷനിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തേർഡ് ജനറേഷനിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയ ഡാറ്റ ട്രാൻസ്ഫറിങ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് 3G എന്ന് നമ്മൾ അറിയപ്പെടുന്നിരുന്നത്. ദ വയർലെസ് നെറ്റ്വർക്ക് ടെക്നോളജി പ്രൊവൈഡ്സ് ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്സ് ഫോർ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്. 3G is also referred to as a wireless broadband as it has the facility to send and receive large amount of data using a mobile phone. മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് വരെ ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ദ ആക്സസ് പാർട്ട് ഇൻ 3G നെറ്റ്വർക്ക് യൂസസ് WCDMA, വൈഡ് ബാൻഡ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്നുള്ള നെറ്റ്വർക്കാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇനി അടുത്തത് ഫോർത്ത് ജനറേഷൻ ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേഷൻ ആണ്. ഇറ്റ് ഈസ് എ ലോങ് ടേം എവല്യൂഷൻ എന്നാണ് ഫോർത്ത് ജനറേഷൻ അറിയപ്പെടുന്നത്. ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് മൊബൈൽ അൾട്രാ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് ടു ദ മൊബൈൽസ് ഡിവൈസസ്. വൈഡ് അൾട്രാ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് ആണ് നമുക്ക് എന്തിലൂടെ പറ്റിയത്? ഫോർത്ത് ജനറേഷനിലൂടെ പറ്റുന്നത്. Then 4G network offers very high speed performance and high quality streaming video. ഇതിനകത്ത് നല്ല സ്പീഡിൽ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വീഡിയോസ് സെൻഡ് ചെയ്യാനും പറ്റും. 4G is a wireless IP based access system. 4G എന്ന് പറയുന്നത് എന്താണ്? ഒരു വയർലെസ് ബേസ്ഡ് IP സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. The access part in 4G network ഇതിൽ യൂസ് ചെയ്യുന്നത് ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വന്നപ്പോഴത്തേക്കും ഫിഫ്ത്ത് ജനറേഷനിൽ വന്നപ്പോൾ എന്താണ്? ഇനി വരാൻ പോണ ഒരു ജനറേഷനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. വിൽ ഓൾസോ പ്രൊവൈഡ് വയർലെസ് കണക്ടിവിറ്റി ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ന്യൂ ആപ്ലിക്കേഷൻസ് ഇൻ എ വെയറബിൾ ഡിവൈസസ്, സ്മാർട്ട് ഹോംസ്, ട്രാഫിക് സേഫ്റ്റി ഓർ കൺട്രോൾ, ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ, അങ്ങനെ എല്ലാ ഫീൽഡിലും വയർലെസ് കണക്ടിവിറ്റി നല്ല വൈഡ് റേഞ്ച് പ്രൊവൈഡ് ചെയ്യണ വയർലെസ് കണക്ടിവിറ്റി ആണ് ഫിഫ്ത്ത് ജനറേഷനിലൂടെ ഉപയോഗിക്കുന്നത്. ഇറ്റ് വിൽ ഓഫർ ഫാസ്റ്റർ, മോർ നമ്പർ ഓഫ് കണക്ഷൻസ്, മോർ എനർജി എഫിഷ്യൻറ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ദാൻ ഇൻ പ്രിഡിസേഴ്സ്. ഇതിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മോർ നമ്പർ ഓഫ് കണക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആയ രീതിയിലായിരിക്കും ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണമെന്നാണ് പറയണത്. ബൈ 2020, it is the thought that 5,000 crore to 1 lakh crore devices will be connected to the, അതായത് കറൻ്റ്ലി 2020 ആകുമ്പോഴത്തേക്കും ഏകദേശം 5,000 തൊട്ട് 1 lakh crore ഡിവൈസ്. ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മുടെ ഇപ്പം തന്നെ ഒന്നുമില്ലെങ്കിലും ഓൺലൈൻ ക്ലാസ് വന്നതിലൂടെ തന്നെ എന്തോരം ഡിവൈസുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നു? മൊബൈൽ ഫോൺസുകൾ യൂസ് ചെയ്യേണ്ടി വന്നു അല്ലേ? ഏത് ഓഫീസ് വർക്കിലായാലും എന്തായാലും ഇപ്പോൾ ആൾക്കാർ എന്തിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് നടത്തുന്നത്? ഒരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആക്സബിലിറ്റി, വൈഡ് ഫാസ്റ്റ്ലി ഇന്റർനെറ്റ് ആക്സബിലിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. സോ 2020 എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ആയി കഴിഞ്ഞു ഫിഫ്ത്ത് ജനറേഷൻ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ 5 types of generation: 1G, 2G, 3G, 4G and 5G generations. Okay, then we discuss in second generation computers we using different types of network. Okay, ഇനി സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്കിനെ മെയിൻലി 2 type ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: GSM-ഉം CDMA-യും. ഓക്കെ, GSM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ് എന്നാണ് GSM-നെ പറയുന്നത്. CDMA എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ GSM എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ്.
ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ ഗ്ലോബലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഫോർ ഡിജിറ്റൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് GSM എന്ന് പറയുന്നത്. It is a digital circuit switch network for a voice telephone. voice telephoniക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. The frequency band for GSM എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 900 MHz തൊട്ട് 1800 MHz വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. The network is identified using the subscriber ഐഡന്റിറ്റി മൊഡ്യൂൾ. അതായത് നെറ്റ്വർക്ക് ഐഡന്റിഫൈ ചെയ്യണ സിം യൂസ് ചെയ്തിട്ടാണ്. സിം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന സിമ്മുകൾ. സിമ്മിന്റെ എക്സ്പാൻഷൻ എന്താണ്? സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. ഇനി അടുത്തത് GSMന്റെ ടെക്നോളജീസ്. GSMന്റെ ടെക്നോളജീസ് മെയിനായിട്ട് 2 തരത്തിലുണ്ട്. GPRS ഉണ്ട്, EDGE ഉണ്ട്. GPRS എന്ന് വെച്ചാൽ എന്താ? ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് എന്നാണ് GPRന്റെ എക്സ്പാൻഷൻ. ഈ എക്സ്പാൻഷൻ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം, ചിലപ്പോൾ എക്സ്പാൻഷൻ ആയിട്ടായിരിക്കും ചോദിക്കാറ്. ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസും എൻഹാൻസ് ഡാറ്റ റേറ്റ്സ് ഫോർ GSM എവല്യൂഷനുമാണ്. ഇനി അടുത്തത് GPRS എന്താണ്? GPRS is a packet-oriented mobile data service compared to conventional GSM. Users of GPRS benefited from shorter access time and higher data rate. GPRSന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ് സമയം കൊണ്ട് തന്നെ കൂടുതൽ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? GPRSന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GPRS അലൗസ് ബില്ലിംഗ് ബേസ്ഡ് ഓൺ വോളിയം ഓഫ് ഡാറ്റ. ബില്ലിങ്ങിനൊക്കെ ഡാറ്റാസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ GPRS is a data only technology. It helps to improve the voice quality. Voice quality improve ചെയ്യാനും എന്തിൽ പറ്റും? GPRSൽ പറ്റും. ഇനി EDGE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മൊബൈൽ ഫോൺ ടെക്നോളജി. ഒരു ഡിജിറ്റൽ മൊബൈൽ ഫോൺ ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്? EDGE എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് നിയർലി 3 times faster than GPRSനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ എന്തിനകത്ത് പറ്റും? EDGEയിൽ പറ്റും. Both the phone and the network must support EDGE, otherwise the phone will revert automatically. ഒന്നില്ലെങ്കിൽ ഫോൺ EDGEനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും സപ്പോർട്ട് ചെയ്യണം? GPRSനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്ത് പോകണം. ഇതാണ് സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്യുന്ന 2 ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇത് സെക്കൻഡ് ജനറേഷനിൽ അടുത്ത നെറ്റ്വർക്കാണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവറൽ ട്രാൻസ്മിറ്റേഴ്സ് ക്യാൻ സെൻഡ് ഇൻഫർമേഷൻ സൈമൾട്ടേനിയസ്ലി ഓവർ എ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ. ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ യൂസ് ചെയ്തിട്ട് കുറേ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാൻ പറ്റിയാൽ, കുറേ ട്രാൻസ്മിറ്റേഴ്സിന് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. The quality in CDMA is better than GSM. CDMAയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് GSMനെക്കാട്ടും ബെറ്റർ ആയ ഒരു ക്വാളിറ്റി ആണ്. ഇറ്റ് ഹാസ് എ സിഗ്നൽ വിത്ത് വൈഡർ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു ഇൻറ്റർഫറൻസ്. അതിൽ ബാൻഡ് വിഡ്ത്ത് വളരെ വലിയൊരു ബാൻഡ് വിഡ്ത്ത് സിഗ്നൽസ് ആണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നത്. CDMA technology provides better security to the mobile network when compared to GSM. GSMനെ അപേക്ഷിച്ച് അതിൽ ബെറ്റർ മൊബൈൽ നെറ്റ്വർക്ക് ആണ്, സെക്യൂരിറ്റി ആണ് എന്തിനെ പ്രൊവൈഡ് ചെയ്യുന്നത്? CDMAക്ക് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ഇത്രയാണ് 2 type ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ സർവീസുകൾ ഏതൊക്കെയാണ്? മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ സർവീസുകളിൽ വന്നതാണ് SMS, MMS, GPS, അതുപോലെ സ്മാർട്ട് കാർഡ്. SMS എന്ന് വെച്ചാൽ എന്താ? ഷോർട്ട് മെസ്സേജ് സർവീസിനെയാണ് എന്തെന്ന് പറയുന്നത്? SMS എന്ന് പറയുന്നത്. മൾട്ടിമീഡിയ മെസ്സേജിംഗ് സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? MMS എന്ന് പറയുന്നത്. ഇനി GPS എന്ന് വെച്ചാൽ എന്താ? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിനെയാണ് GPS എന്ന് പറയുന്നത്. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് സ്മാർട്ട് കാർഡ്. ഇനി ഷോർട്ട് മെസ്സേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് മൊബൈലിൽ നിന്ന് ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ആ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യേണ്ട അതിനകത്ത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അത്രയും മെസ്സേജ് മാത്രമേ ഒരു മെസ്സേജിനകത്ത് പോകാനായിട്ട് പറ്റുള്ളൂ, ഇല്ലേ? അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യണത്. ഇനി SMS-ന് വേണ്ടി മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് SS7 പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. SS7 എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7 എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ. ഇനി അടുത്ത മൾട്ടിമീഡിയ മെസ്സേജ്. മൾട്ടിമീഡിയ മെസ്സേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ചേഴ്സും മെസ്സേജസും അറ്റ് എ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സും നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. MMS-ൽ എന്തൊക്കെയാണ്? ടെക്സ്റ്റ്, ഗ്രാഫിക്, മ്യൂസിക്, വീഡിയോ, ഇതെല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ MMS സെർവർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് മെസ്സേജസ്.
ഇനി അടുത്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്, GPS. GPS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസൈൻഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്. ഡിഫൻസിലാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത്. ഇറ്റ് ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ദാറ്റ് ഈസ് യൂസ് ടു ലൊക്കേറ്റ് ജിയോഗ്രഫിക്കൽ പൊസിഷൻസ് എനിവെയർ ഓൺ ദ എർത്ത് യൂസിങ് ദ ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്. എർത്തിൻ്റെ അവിടെയുള്ള ഏത് ജിയോഗ്രഫിക്കൽ പൊസിഷൻസും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ ആണ്. Then next, it consists of satellites control and monitoring stations and receivers. ഇത് സാറ്റലൈറ്റ്സിനെയും സ്റ്റേഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് GPS യൂസ് ചെയ്യണത്. ഇനി അടുത്തത് സ്മാർട്ട് കാർഡ്. സ്മാർട്ട് കാർഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഉപയോഗിക്കുന്ന ആധാർ കാർഡ് ഇല്ലെങ്കിൽ ATM കാർഡ് ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ എന്തിലും എന്താ സ്മാർട്ട് കാർഡ്. സ്മാർട്ട് കാർഡ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കോട്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ചിപ്പുകളുള്ള ഒരു കാർഡാണ് എന്തെന്ന് പറയുന്നത്, സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഈ കാർഡ് നമ്മൾ മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വെച്ച് ഡാറ്റാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. A smart card is a plastic card embedded with a computer chip or memory that stores and transacts data. The advantages of using the smart card is that it is secure, intelligent and convenient. ഇനി സ്മാർട്ട് കാർഡ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിൻകോഡ് അടിച്ചാൽ മാത്രമേ അതിനകത്തുള്ള വാല്യൂസുകൾ ആക്റ്റീവ് ആവുകയുള്ളൂ. സ്മാർട്ട് കാർഡ് ഈസ് ഓൾസോ വർക്ക് ആസ് ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ്, ഫ്യൂൽ കാർഡ്, ഓതറൈസേഷൻ കാർഡ് ഫോർ ടെലിവിഷൻ റിസീവർ, ഹൈ സെക്യൂരിറ്റി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്. ഇതെല്ലാം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, സ്മാർട്ട് കാർഡായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് മെസ്സേജ്, SMS, MMS, GPS, അതുപോലെ തന്നെ സ്മാർട്ട് കാർഡ്. ഇനി അടുത്തത് ഇതിനകത്ത് പറയുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മൊബൈൽ ഫോണിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്, നിങ്ങൾക്കറിയാം മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ഇൻ എ മൊബൈൽ ഡിവൈസ്. സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. A mobile operating system manages the hardware, multimedia functions, internet connectivity, etc. in a mobile device. പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ആൻഡ്രോയിഡിൻ്റെ ഉള്ള ഏതൊക്കെ, ഗൂഗിള്, iOS ഫ്രം ആപ്പിൾ. ഗൂഗിളിലാണെങ്കിൽ ആൻഡ്രോയിഡ്, ആപ്പിളിൻ്റെ iOS, അതുപോലെ ബ്ലാക്ക്ബെറി OS, വിൻഡോസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിനക്സ് ബേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ള രീതിയാണ് ഇതിനകത്ത് വന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത പേഴ്സൻ്റെ പേര് ആൻഡി റുബിൻ എന്ന് പറഞ്ഞ പേഴ്സണാണ് ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ആൻഡ്രോയിഡ് ഈസ് ഡിസൈൻ മെയിൻലി ഫോർ ടച്ച് സ്ക്രീൻ മൊബൈൽ ഡിവൈസസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ടച്ച് സ്ക്രീനിലും സ്മാർട്ട് ഫോണിലും ആണ് യൂസ് ചെയ്യണത്. ആദ്യം ഗൂഗിളാണ് ഇത് ഡെവലപ്പ് ചെയ്ത് 2005-ലായിരുന്നു. The user interface of Android is based on touch input like swiping, tapping, pinching, etc. An application framework for developers to build applications using Android software developing kit is available in Android. ആൻഡ്രോയിഡിലൊരു ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കിറ്റ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ ആപ്സ് ആയിട്ടാണ് ഇതിനകത്ത് വന്നത്. ആൻഡ്രോയിഡ് ഹാസ് എ ലാർജ് കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സ് റൈറ്റിംഗ് ദ ആപ്ലിക്കേഷൻ കോൾഡ് ആപ്സ്. ഇനി ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ യൂസ് ചെയ്യണത്, ഗൂഗിൾ മാപ്പ്, ഫേസ്ബുക്ക്, ഇതിലൊക്കെ യൂസ് ചെയ്യണതാണ് എന്തിൽ, ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സുകൾ കുറച്ച് പഠിച്ചു വെച്ചേക്കണം. ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് വെർഷൻസുകളാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം, ചിലപ്പോൾ ചോദിക്കാം എക്സാമിന്. ആൻഡ്രോയിഡിൻ്റെ തന്നെ 4.4 വെർഷൻ ആണെങ്കിൽ അതിൻ്റെ പേരെന്താ, കിറ്റ് കാറ്റ് എന്നാണ് പേര്. 4.1 ആണെങ്കിൽ ജെല്ലി ബീൻ എന്നാണ് പേര്. 4.0.3 ആണെങ്കിൽ ഐസ്ക്രീം സാൻഡ്വിച്ച്. 3.1 ആണെങ്കിൽ ഹണി കോംബ്. 2.3 ആണെങ്കിൽ ജിഞ്ചർ ബ്രെഡ്. 2.2 ആണെങ്കിൽ ഫ്രോയോ. 2.0 ആണെങ്കിൽ എക്ലെയർ. 1.6 ആണെങ്കിൽ ഡോണട്ട്. 1.5 ആണെങ്കിൽ കപ്പ് കേക്ക്. അങ്ങനെയാണ് ഇതിനറിയപ്പെടുന്ന ഡിഫറെൻറ്റ് നെയിംസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് ICT പറ്റിയാണ് പഠിക്കുന്നത്. അതിലാദ്യം മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു.
മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറേഷൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഓരോ ജനറേഷൻ്റെയും ഫീച്ചേഴ്സ് പഠിച്ചു. ദെൻ സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. 2 നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്യണ ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഇതിൽ യൂസ് ചെയ്യണ ആപ്ലിക്കേഷൻസ് പോലെ, അതായത് മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യാം, MMS ചെയ്യാം, GPS, സ്മാർട്ട് കാർഡ്, ആ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വായിക്കുക. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണമെന്നില്ല, ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ, ടെക്സ്റ്റ് അടയാളപ്പെടുത്തി പഠിച്ചാൽ മതി, പക്ഷെ പഠിക്കണം. ഓക്കെ, താങ്ക് യു.